നമ്മൾ പലപ്പോഴും ന്യൂസിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട് വീട് 1 മീറ്റർ ഉയർത്തി 2 മീറ്റർ ഉയർത്തി എന്നൊക്കെ. പക്ഷേ അത് ബ്രിക്ക് ഹൗസുകളൊക്കെ ആയിരിക്കും. ഇവിടെ ഇത് കണ്ടോ, ന്യൂസിലൻഡിൽ ഒരു വീട് പൂർണ്ണമായിട്ടും ട്രക്കിലാണ് ഇത് കയറ്റിയിരിക്കുന്നത്. ഇത് പക്ഷേ പൂർണ്ണമായിട്ടും തടിയിൽ നിർമ്മിച്ചാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീട് തന്നെയാണ്. ഇതിപ്പോൾ ഏതോ ഒരു സ്ഥലത്തു നിന്ന് ഈ പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ മുകളിലൊക്കെ പുല്ലൊക്കെ കിളുത്ത് നിൽപ്പുണ്ട്. ഇത് ചിലപ്പോൾ 1-2 ബെഡ്റൂമുള്ള ഒരു വീടായിരിക്കും. ഇത് ഈ ട്രക്കിനകത്ത് കയറ്റിക്കൊണ്ട് വന്ന് ഇവരിവിടെ ഇത് വെക്കാനുള്ള പരിപാടിയാണ്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വെറും 3 പേര് മാത്രമാണ്. ഈ ട്രക്ക് ഓടിച്ച ഒരു ഡ്രൈവറും ഇതിൻ്റെ കൂടെ പൈലറ്റായിട്ട് വന്നുള്ള 2 പേരും. ഇതുണ്ട്, ഈ ഫ്ലോട്ടിലേക്ക് വെക്കാൻ വേണ്ടിയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് പൈലറ്റ് വാഹനം. അവർ ഈ ട്രക്ക് പുറകോട്ടെടുക്കാനുള്ള ഇതിലാണ്. ട്രക്ക് താന്നു പോകാതിരിക്കാൻ റോഡിലും ആ മണ്ണിലുമൊക്കെ ആയിട്ട് അവർ ചെറിയ ഇരുമ്പ് ഷീറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇത് സേഫ്റ്റിയുടെ ഇതായിട്ട് അവർ 2 റോഡും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പതുക്കെ അത് പുറകോട്ടെടുത്തുകൊണ്ട് പോകും. ന്യൂസിലൻഡ് ഇതുപോലെയുള്ള വുഡൻ ഹൗസുകൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും അവർ നിർമ്മിക്കുന്നുണ്ട്. ആവശ്യമനുസരിച്ച് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികൾ അത് ഫാക്ടറിയിൽ തന്നെ നിർമ്മിച്ച് നമുക്ക് തരുന്നതാണ്. നമുക്ക് ഫ്ലോട്ട് ഉണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് നമുക്കത് കൊണ്ടുവന്ന് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത് ഒരു ചിലവ് കുറഞ്ഞ ഒരു മെത്തേഡ് കൂടിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ആഗ്രഹിച്ച ഓരോ വീടുകളൊക്കെ വെക്കും. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. പക്ഷേ നമുക്ക് ആ വീട് എപ്പോഴും ഒരു ഓർമ്മയായിട്ടിരിക്കും. ഇതുപോലെയുള്ള ചെറിയ വീടുകളാണെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലും വേണമെങ്കിൽ ഇതുപോലെ പരീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള തൂണുകളിലാണ് ഈ വീട് സ്ഥാപിക്കുന്നത്. ഇത് കണ്ടോ, സ്ഥാപിച്ചതിന് ശേഷമുള്ള വ്യൂ ആണിത്.